90% കാഴ്ചശേഷിയില്ലാത്ത മജീദ് മാഷ് തന്റെ പരിമിതികളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നേറിയത്. മാഷിന്റെ കണ്ണായ ഭാര്യ റുഖിയയും സദാ കൂടെയുണ്ടായിരുന്നു. ആശിച്ച് മോഹിച്ച് നിർമ്മിച്ച വീട്ടിൽ താമസിച്ച് മതിയാകും മുൻപാണ് വിധി അപകടത്തിന്റെ രൂപത്തിൽ മജീദ് മാഷിനെയും റുഖിയയെയും തട്ടിയെടുത്തത്. കാഴ്ചശേഷിയില്ലാത്ത മജീദ് മാഷിന്റെ സഹോദരി അടക്കം ഇനി എന്തെന്നറിയാതെ തകർന്നിരിക്കുകയാണ്. വാൽപ്പാറ ദുരന്തത്തിൽ മരണമടഞ്ഞ മജീദ് മാഷിൻ്റെ വീടിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വപ്ന വീട്. 90% കാഴ്ചശേഷി ഇല്ലാത്ത വ്യക്തിയായിരുന്നു മജീദ് മാഷ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പരിമിതികളെ അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തിയും അദ്ദേഹത്തിൻ്റെ പിന്തുണയെല്ലാം. ഈ ദുരന്തത്തിൽ അവരും ആ അപകടത്തിൽ മരണമടഞ്ഞു എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെ ഇരട്ടിയാക്കിയത്. വലിയ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർക്കും കാഴ്ചശേഷിയില്ല. മജീദ് മാഷിൻ്റെയും അതേപോലെ സഹോദരിമാരുടെയും എല്ലാം കാര്യങ്ങൾ നോക്കിയിരുന്നത് റുഖിയയാണ്. അതുകൊണ്ട് തന്നെ മാഷിനൊപ്പം റുഖിയയുടെ ജീവൻ കൂടി ഇല്ലാതായതോടെ ഈ കുടുംബമാണ് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞത്. നാട്ടുകാരൊക്കെ അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണത്തിന് മജീദ് മാഷും റുഖിയയുടെ കൈ പിടിച്ച് എത്തിയതും ആളുകളെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നതൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ പ്രദേശവാസികൾക്കൊക്കെ ഇപ്പോഴും തൊണ്ടയിടുന്ന ഒരു സാഹചര്യമാണ്. അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു മജീദ് മാഷും റുഖിയൊക്കെ ഇവർക്ക്. നിലവിൽ ഞാൻ ഇവിടുത്തെ 2 ടൈം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നിലവിൽ ഈ വാർഡിലെ കഴിഞ്ഞ ടൈമിൽ മെമ്പറായിരുന്നു. ഈ വീടിൻ്റെ കാര്യത്തിലേക്ക് മുമ്പൊക്കെ വലിയ സന്തോഷമായിരുന്നു, വലിയ സ്വപ്നമായിരുന്നു. പ്രത്യേകിച്ച് ഈ റോഡും കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നല്ല സഹകരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. താമസിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ലല്ലേ? താമസിച്ച് കൊതി തീർന്നിട്ട് 100% നമുക്ക് ഉറപ്പന്നല്ലേ. എന്നുവെച്ചാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഓരോ ആളുകളോടും ഈ പരിപാടി പറയുമ്പോൾ ഓരോരുത്തരെ കണ്ടെങ്കിലും മജീദ് മാഷ് ആളുകളെ സൗണ്ട് കേട്ടിക്കാണ്ട് ഇന്ന ആളല്ലേ എന്ന് പോയി ചോദിക്കും. ഓരോ ആളുകളെയും സൗണ്ട് കേട്ടിട്ട് മജീദ് മാഷ് കണ്ടില്ലെങ്കിലും അദ്ദേഹം പ്രത്യേകിച്ച് അവിടുന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ വീടിൻ്റെ ഈ നന അതുപോലെ തന്നെ പടവ് ഇവിടുത്തെ പെയിൻറ്റിങ്ങിന് ആളുകളുണ്ടാകുമ്പോൾ ആ ഭാര്യ ഭർത്താക്കന്മാർ 2 നേരവും കൈ പിടിച്ചുകൊണ്ടാണ് നടന്നു വരാറുള്ളത്. അത് വളരെയേറെ സങ്കടമായിട്ടാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്. മജീദ് മാഷ് നല്ലൊരു അധ്യാപകനായിരുന്നു, അതോടൊപ്പം നല്ലൊരു സംഘാടകനായിരുന്നു. കാഴ്ചശേഷി ഒന്നിനും അദ്ദേഹത്തെ തടഞ്ഞിരുന്നില്ല. അദ്ദേഹം എല്ലാം അനുഭവിക്കുവാനും അറിയാനും ഒക്കെ താല്പര്യമെടുത്തിരുന്ന, മുൻകൈ എടുത്തിരുന്ന വ്യക്തി. അതുകൊണ്ടാണ് വിനോദസഞ്ചാരത്തിനും ടൂറിനൊക്കെ അദ്ദേഹം മുൻകൈ എടുത്ത് ഇറങ്ങിയിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അധ്യാപകൻ്റെ മരണം കുടുംബത്തിന് മാത്രമല്ല നാടിനും വലിയ തീരാ നഷ്ടം തന്നെയാണ്. ആ സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിലും സ്കൂളിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാഷ് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മരണങ്ങളും ഏറെ വേദന നൽകുന്നതാണ്. പക്ഷേ മജീദ് മാഷിൻ്റെ ഈ ഒരു മരണം അത് ഈ നാടിന് കുറേ കൂടി വലിയ ആഴത്തിലുള്ള മുറിവാണ് നൽകിയിരിക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വാൽപ്പാറയിലെ ദുരന്തമുഖത്ത് രക്ഷാദൌത്യത്തിലും പാങ് സ്കൂളിലും എല്ലാത്തിനും കരുത്തായി KET സംഘമുണ്ടായിരുന്നു. ദുരന്ത സ്ഥലത്ത് രക്ഷാദൌത്യം ഏകോപിപ്പിക്കാനും പൊതുദർശനത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാനും KET സംഘമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പരിചയസമ്പന്നരും പരിശീലനം സിദ്ധിച്ചവരുമായ KET ടീം നാടിന്റെ ഏതാവശ്യത്തിനും എപ്പോഴും വിളിപ്പുറത്തുള്ളവരാണ്. KET എന്ന കേരള എമർജൻസി ടീം വാൽപ്പാറയിൽ ദുരന്തം നടന്ന വെള്ളിയാഴ്ച രാത്രി തന്നെ വാൽപ്പാറയിലും പൊള്ളാച്ചിയിലും എത്തിയിരുന്നു. വാൽപ്പാറയിൽ അപകടം നടന്നയുടൻ തമിഴ്നാട്ടിലെ കോർഡിനേറ്ററിൽ നിന്ന് KET സംഘത്തിന് വിവരം ലഭിച്ചു. വാൽപ്പാറ ചുരം റോഡിൽ ഒരു ട്രാവലർ മറിഞ്ഞിട്ടുണ്ട്. മലയാളികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. വൈകാതെ വീണ്ടും ഫോൺ കോൾ എത്തി. അപകടത്തിൽപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. അപ്പോഴേക്കും വാൽപ്പാറയിലേക്ക് പോയ വാഹനത്തിന്റെ വിശദവിവരങ്ങൾ KET സംഘം ശേഖരിച്ചിരുന്നു. സംഘത്തിലെ തന്നെ ഒരംഗത്തിന്റെ സഹോദരീപുത്രനാണ് അപകടത്തിൽപ്പെട്ട ട്രാവലർ ഓടിച്ചിരുന്നതെന്നും തെളിഞ്ഞു. ഉടൻ തന്നെ കേരള എമർജൻസി ടീം വാൽപ്പാറയിലേക്ക് ആംബുലൻസുമായി തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനവും ആശുപത്രിയിലേക്ക് മാറ്റലും പോസ്റ്റ്മോർട്ടവും അടക്കം ഏകോപിപ്പിക്കുമ്പോൾ ഇവിടെ നാട്ടിൽ പൊതുദർശനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി മറ്റൊരു സംഘം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ വാൽപ്പാറയിൽ ഉണ്ടായ ഈ ഒരു അപകടം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.